വയനാട്ടിൽ മാനന്തവാടിയിൽ അടുത്ത സമയത്ത് ഉണ്ടായതായിട്ടുള്ള പ്രയാസം ഏവരും കേൾക്കുകയുണ്ടായിരുന്നു. സ്വന്തം വീട്ടിൽ പോലും ജീവിക്കുവാനായിട്ട് സാധിക്കാതെ ആനയെ കണ്ട് വരണ്ടോടിയതായിട്ടുള്ള മനുഷ്യന്റെ നെഞ്ചത്ത് തന്നെ ചവിട്ടി അവനെ കൊന്നതായിട്ടുള്ള അനുഭവം. ജനവിരോഷം കൊണ്ട് മൃതശരീരവുമായി ആ പ്രദേശത്തൂടെ ഒരു യാത്ര നടത്തിയതായിട്ടുള്ള സാഹചര്യം. ഇനി എത്ര പണം കൊടുത്താൽ സാധിക്കും എന്നതല്ല ചിന്തിക്കേണ്ടത്. ഒരു മനുഷ്യന്റെ ജീവനെ നഷ്ടമാക്കി കളയുവാണ്ടൊക്കെ വന്ന് എല്ലാ ഭരണ സംവിധാനങ്ങളും നമുക്കുണ്ടായിട്ടുള്ളപ്പോൾ കൈമോശം വരുന്നതായിട്ടുള്ള രംഗങ്ങൾ നമ്മുടെ കണ്ണിന് മുമ്പിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നു എന്നത് ഓർക്കുവാനായിട്ട് സാധിക്കുന്നു. ഇതിനെ കേൾക്കുന്നതായുള്ള MLA-മാരും MP-മാരും എല്ലാം ഇവിടെയുണ്ട്. ജനങ്ങളുടെ പ്രതിനിധിയാണ്. ജനങ്ങളുടെ വേദനകളെ ഒപ്പിയെടുക്കുവാൻ സാധ്യമാകുന്നതായുള്ള സരണികളെ കണ്ടെത്തുവാൻ തൊട്ടുമുമ്പിൽ പാർലമെന്റ് ഇലക്ഷൻ നിൽക്കുന്നതായുള്ള സാഹചര്യത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും ഇടയായിട്ട് തീരട്ടെ എന്നത് പ്രത്യേകമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ജനക്കൂട്ടം നിയമം കയ്യിലെടുക്കുമ്പോൾ നമ്മുടെ പ്രതീക്ഷയായി നിൽക്കേണ്ടത് സർക്കാരും ഉദ്യോഗസ്ഥരുമാണ്. രാജ്യത്തിന്റെ പ്രതീക്ഷയെ കാവൽക്കാരിലാണ്. ജനങ്ങളുടെ കണ്ണുനീർ തുടയ്ക്കുവാൻ വേണ്ടി ദൈവം അഭിഷേകം ചെയ്ത് അയക്കുന്നവരാണ് ഭരണാധികാരികൾ. ഇന്ന് നാം ഇവിടെ ചേർന്ന് വന്നിരിക്കുന്ന അവസരത്തിൽ ഓരോ സംഭവം നമുക്ക് മറക്കുന്നതിനായിട്ട് സാധിക്കുകയില്ല. അബിഗേൽ എന്ന കുട്ടി സ്വന്തം വീട്ടിൽ നിന്ന് പഠിക്കുന്നതിനായിട്ട് ഏതാനും വീടുകൾ അകലെയുള്ള ഭവനത്തിലേക്ക് പോയ സാഹചര്യം. അവളെ തട്ടിക്കൊണ്ടുപോയതായുള്ള ആളുകൾ ആ വാർത്ത കേട്ട അവസരത്തിൽ ഞാനൊരു MLA-ആണ് വിളിച്ച് കാര്യം പറയുന്നതിനായിട്ടിടയായത്. കാരണം നമ്മുടെ സംസ്ഥാന സർക്കാർ എല്ലാ നടപടികളും സ്വീകരിക്കണം എന്നുള്ളതുകൊണ്ട് അതിനായിട്ട് സർക്കാർ ശ്രമിക്കുകയും ചെയ്തു. എന്നാൽ 24 മണിക്കൂറുകളായിട്ടും കുട്ടിയെ കണ്ടുകിട്ടാതിരുന്നതായുള്ള അവസ്ഥ. പിന്നീട് കണ്ടുകിട്ടിയത് കേരള പോലീസിന്റെ തെരച്ചിൽ കൊണ്ട് തന്നെയാകുന്നു എന്നത് ഞാൻ മറക്കുന്നില്ല. എന്നാൽ ഈ 24 മണിക്കൂർ മാതാപിതാക്കളും പ്രിയപ്പെട്ടവരും തീരുന്നതായുള്ള അവസ്ഥ നേരിട്ട് കാണുവാൻ എനിക്ക് സാധിച്ചു എന്നതുകൂടി ഈ അവസ്ഥ ഞാൻ ഓർക്കുന്നു. ആൾക്കൂട്ടങ്ങളെ ഉത്തരവാദിത്തമുള്ള സമൂഹമായി മാറ്റുവാനായിട്ടുള്ള കടമയാണ് മഹത്തായ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ചുമതല. ഇന്ന് നമ്മുടെ യുവജനങ്ങൾ സഹിഷ്ണുത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു, അവർക്ക് സഹിഷ്ണുത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. വളരെയധികം കാര്യങ്ങൾ അവരലട്ടുന്നുണ്ട്. ഉന്നതമായുള്ള വിദ്യാഭ്യാസം ലഭിക്കാത്തതായുള്ള സാഹചര്യം, സാമ്പത്തികമായ ഉറപ്പ് ലഭിക്കാത്തതായുള്ള അവസരം, തങ്ങളുടെ ചെറുപ്രായത്തിൽ തന്നെ കൂടുതൽ ചുമതലയുള്ള ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുക്കേണ്ടി വരുന്നതായുള്ള സാഹചര്യം. ഇതിനെ കേൾക്കുന്നതായുള്ള ദൈവജനമേ, നാം ഒരു സമൂഹത്തെ പ്രതിനിധീകരിക്കുന്നതായുള്ള അവസരത്തിൽ ജീവിതത്തിന്റെ ലാളിത്യത്തിലേക്ക് മടങ്ങേണ്ടതായുള്ള അവസരം ആയിരിക്കുന്നു എന്നത് ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. നമ്മുടെ സൽക്കാരങ്ങളും നമ്മുടെ വിവാഹങ്ങളും നമ്മുടെ വീട് നിർമ്മാണങ്ങളും അങ്ങനെ തുടങ്ങുന്നു. അനേക പട്ടികകൾ. ഇതിലെല്ലാം നാം സമാഹരിച്ച് ചെലവാക്കുന്നതായുള്ള തുകകളെല്ലാം ഇത്രയും ആവശ്യമായിട്ടുണ്ടോ എന്നത് ചോദിക്കേണ്ട ആവശ്യകതയുണ്ട്. കഴിഞ്ഞ ഡിസംബർ 25-ാം തീയതി അഭയ പ്രസ്ഥാനത്തിൽ ക്രമീകരിച്ചതായുള്ള വീട് ഞാൻ പോയി കാണുന്നതിനിടയായിട്ട് തീർന്നു. 2 ബെഡ്റൂമുകളോടുകൂടിയുള്ള ഭവനം 7.5 ലക്ഷം രൂപയ്ക്ക് മനോഹരമായിട്ട് പണിത് തീർത്ത് കൊടുക്കുന്നതിനായിട്ട് സാധിച്ചു എന്നതാണ് വസ്തുത. അതെവിടെ കിടക്കുന്നു? കോടികൾ മുടക്കുന്നതായുള്ള നമ്മുടെ പദ്ധതികൾ എവിടെ കിടക്കുന്നു? ഇവിടെയാണ് ലാളിത്യം ആവശ്യമുണ്ട് എന്ന് ഞാൻ പറയുന്നതിന് പ്രത്യേകമായിട്ട് ശ്രമിക്കുന്നത്. കാരണം നമുക്ക് പണമുണ്ട് എന്ന് പറഞ്ഞ് ചെലവാക്കുന്നതിലൂടെ അനേക ജനതയുടെ ജീവിതത്തെ ഞെരുക്കി ഇല്ലാതെയാക്കി ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിച്ച് നഷ്ടമാക്കി പോകുന്നതായുള്ള സാഹചര്യം നമ്മുടെ ഇടയിലും നമ്മുടെ സമൂഹത്തിലുണ്ട് എന്നത് മറക്കരുത്.